കേരള ബ്ലാസ്റ്റേഴ്സും ഈസ്റ്റ് ബംഗാൾ എഫ് സിയും തമ്മിൽ നടന്ന മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചത് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്കൊക്കെ സന്തോഷം നൽകുന്നുണ്ടെങ്കിലും അതിനകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഫാലാൻഡി എന്ന് പറയുന്ന താരത്തിന്റെ വരവ്, അദ്ദേഹത്തിന്റെ ഇമ്പാക്റ്റ്, അജിസൽ നേടിയ ഗോള്, പിന്നെ നമ്മുടെ നമ്മുടെ ദിമിത്രിയോസ് ദീവന്റക്കോസിനെ ഓർമ്മിപ്പിക്കുന്ന അജിസലിന്റെ സെലിബ്രേഷൻ, പിന്നെ എബിൻ ദാസ് യേശുദാസ് എന്ന താരത്തിന്റെ ഉദയം, വിപിൻ മോഹനനുമായിട്ടുള്ള കോമ്പിനേഷൻ, വിപിനും എബിൻ ദാസും മധ്യനിരയിൽ ഉണ്ടാക്കുന്ന ചലനങ്ങൾ, ഇതെല്ലാം ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് സന്തോഷം പകരുന്നുണ്ടെങ്കിൽ പോലും പേഴ്സണലി എനിക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് നൽകിയത് ഹോർമിപ്പാം റോയിവയുടെ തിരിച്ചുവരവാണ്. പണ്ട് ഇവാൻ വുക്കോമനോവിച്ചിന്റെ കീഴിൽ ഹോർമിപ്പാം റോയിവ എന്ത് മാജിക് ആണോ കാണിച്ചത്, ആ ഒരു മാജിക് ഇപ്പം ഹോർമി കാണിക്കുന്നുണ്ട് എന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഹോർമിപ്പാം റോയിവ അങ്ങ് മാർക്കോ ലെസ്കോവിച്ചിന്റെ കീഴിൽ നടത്തിയ പ്രകടനം വളരെ ഇംപ്രസീവ് ആയിരുന്നു. ലെസ്കോയെ പോലെ ഗൈഡ് ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ ഹോർമി പൊളിക്കും എന്നതിൻ്റെ തെളിവ് കൂടിയാണ് കഴിഞ്ഞ മത്സരത്തിൽ ഫാളോ ഇന്ത്യയ്ക്കൊപ്പം അദ്ദേഹം നടത്തിയ ആ ഒരു കോമ്പിനേഷൻ പ്ലേ. ഏതായാലും പ്രതിരോധത്തിലെ പോരായ്മകളെ പരിഹരിക്കാൻ ഹോർമി വീണ്ടും സജ്ജനായി കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഹോർമിപ്പാൻ റൂബ എന്ന താരത്തിൻ്റെ വിട്ടുകൊടുക്കാൻ മനസ്സില്ലാത്ത ഒരു ആറ്റിറ്റ്യൂഡ് വീണ്ടും കളിക്കളത്തിൽ കാണാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. പക്ഷേ ഹോർമിയെ ആയാലും ബിപിനെ ആയാലും അജിസലിനെ ആയാലും എബിൻദാസിനെ ആയാലും ഒക്കെ നമ്മുടെ മാനേജ്മെൻറ്റ് എപ്പോൾ വിറ്റഴിക്കും എന്നുള്ളതൊരു വളരെ വലിയ ചോദ്യചിഹ്നം തന്നെയാണ്.